നമസ്കാരം, വേവ്സ് ഓഫ് കേരളയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നും ഭക്ഷണം പാചകം ചെയ്തും അത് കഴിപ്പിച്ചും ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചും മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ആരോഗ്യപ്രദമായ ഭക്ഷണം ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണ രീതി അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടില്ല, സത്യം പറയാലോ, ഞാനിതുവരെ അത് ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പം ഇന്ന് അങ്ങനെ ഒരു ടിപ്സിലേക്ക് നമുക്ക് പോവാം അല്ലേ? ആരോഗ്യപ്രദമായ ഭക്ഷണം ഇല്ലെങ്കിൽ അത് എങ്ങനെ എന്നുള്ളൊരു ടിപ്സിലേക്ക് പോയാലോ? അതല്ല പറു. ഇപ്പം നമ്മളൊരു ദിവസം നമ്മൾ ഒരു ചിട്ടയില്ലാണ്ടാണ് പോവുക. ജോലി ചെയ്യുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ക്ലീനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഒന്നിലൊരു ചിട്ടയില്ല, ഒരു ആരോഗ്യത്തിൽ ശ്രദ്ധയില്ല ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക്. അപ്പം ഇതിനെക്കുറിച്ചിട്ടെല്ലാം ശാന്തിഗിരി ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടായ ഡോക്ടർ രാജ്കുമാർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം നമുക്ക് ഡോക്ടറിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാം. ഇനിയുള്ള നാളുകളിൽ ഇത് ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. പുതിയ പുതിയ വൈവിധ്യമാർന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി. നമ്മുടെ രോഗവും നമ്മുടെ ആരോഗ്യമൊക്കെ അടുക്കളയിൽ നിന്നുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ ഭക്ഷണത്തെപ്പറ്റി ധാരാളം പറയുന്നുണ്ട്. ഈ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്, ഭക്ഷണത്തിൻ്റെ സംസ്കാരം എന്താണ്, വളരെ വിശദമായി ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത്? ഒരുപക്ഷെ നമ്മൾ ആഹാരം പാചകം ചെയ്യാൻ പോകുമ്പോൾ ആ പാചകം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സുപോലെ ഇരിക്കും അന്നത്തെ ആഹാരം. അതിൻ്റെ കാരണം നമ്മളിന്ന് വളരെ പിരിമുറുക്കത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്. പണ്ട് കാലത്തൊക്കെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒരുപക്ഷെ അന്നുള്ള ആളുകൾക്കൊന്നും വലിയ പിരിമുറുക്കങ്ങളില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അണുകുടുംബങ്ങളിലാണ്. ഈ അണുകുടുംബത്തിലെ പ്രത്യേകത എന്താണ്? എല്ലാ വിഷമങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് സഹിക്കണം. പണ്ടൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ ഒരു ഗൃഹനാഥൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുമ്പം ചിലപ്പോൾ കറണ്ട് ബില്ലടയ്ക്കേണ്ട ഒരു കാര്യം മാത്രമേ ഒരു മാസത്തിലുണ്ടാവുള്ളൂ. ഒരാൾക്ക് വെള്ളത്തിൻ്റെ കരമടയ്ക്കുക, വേറൊരു കാര്യം ഒരാൾക്ക്. അങ്ങനെ പല ആളുകളും ആ കുടുംബത്തിലെ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് വളരെ സന്തുഷ്ടമായി ജീവിച്ചിരുന്നു. അന്ന് പിരിമുറുക്കങ്ങളില്ല, കുട്ടികളുടെ പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടികൾ എവിടെയെങ്കിലും കളിച്ച് ജീവിച്ചോളും. നമുക്കവരെ ഒരുപാട് നിയന്ത്രിക്കാൻ വേണ്ടി തലമുതിർന്ന ആൾക്കാരുണ്ട്. അവർക്കറിയാം ഒരു കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നിയന്ത്രിക്കാൻ അവർക്കറിയാം. ഇന്നങ്ങനെയല്ല. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒരുപക്ഷെ ജോലി ചെയ്യുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മളെങ്ങനെയാണ് നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യുക. എനിക്കറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞാൻ അവരോട് ഇത് പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പിരിമുറുക്കത്തോടു കൂടിയ ഒരാൾ നമ്മൾ അടുക്കളയിൽ കയറി ഓരോ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ ഒരുപക്ഷെ നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ചിലപ്പോൾ എന്താണ്, ഭർത്താവിനോട് വഴക്കിട്ടിട്ടോ കുട്ടികളോട് വഴക്കിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചിലപ്പോൾ എന്താണ്, മനസ്സ് ശരിയായ രീതിയിലായിരിക്കത്തില്ല നമ്മൾ രാവിലെ അടുക്കളയിൽ കയറുന്നത്. അന്നൊരു പക്ഷേ എന്താണ്, നമ്മൾ ഭർത്താവിനെ ചീത്ത വിളിച്ചിട്ടോ മക്കളെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ആ മനസ്സോടുകൂടിയായിരിക്കും നമ്മുടെ ആഹാരം നമ്മൾ ഉണ്ടാക്കുന്നത്. ആഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങളൊക്കെ എടുത്ത് കഴിക്കൂ എന്ന ഒരു രീതിയിലായിരിക്കാം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ആയിരിക്കാം നമ്മളൊരു പക്ഷേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൽ പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ആഹാരം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, ആര് വേണം ആഹാരം ഉണ്ടാക്കാൻ? നമ്മൾ ഏറ്റവും നല്ല മനസ്സോടുകൂടി നമ്മൾ ആഹാരം ഉണ്ടാക്കുകയും നല്ല മനസ്സോടുകൂടി ഈ ആഹാരം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ആരോഗ്യവും രോഗവുമൊക്കെ അടുക്കളയിൽ നിന്നുണ്ടാകുന്നു. ആയുർവേദത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ രാവിലെ കുളിച്ച് ശരീരവും മനസ്സും ശുദ്ധമാക്കി
നമ്മുടെ വീട്ടിലെ നമ്മുടെ അടുക്കളയുടെ ഒരു ഭാഗത്ത് ഒരു തിരി കത്തിച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച്, ഞാൻ ഉണ്ടാക്കുന്ന ഈ കർമ്മം കൊണ്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ലതുണ്ടാകണമെന്ന് വിചാരിച്ച്, അവർക്കാർക്കും അസുഖങ്ങളൊന്നും ഉണ്ടാകരുത്, അവർക്കുണ്ടാകുന്ന രോഗങ്ങളെല്ലാം ഞാനുണ്ടാക്കുന്ന ഈ ഔഷധം കൊണ്ട്, ഈ ആഹാരം കൊണ്ട് അവർക്ക് സുഖമാകണമെന്നൊരു ചിന്തയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അരി കഴുകി അടുപ്പിലിടുകയും അതിന് ശേഷം ആ ആഹാരത്തിനെ നല്ല മനസ്സോടുകൂടി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് നല്ല ചിന്തയോടുകൂടി ഞാൻ ഈ വിളമ്പിക്കൊടുക്കുന്ന ആഹാരം കൊണ്ട് എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരസുഖവും ഉണ്ടാകാതെ അവർക്ക് ആരോഗ്യമുണ്ടാകണം എന്ന ഒരു ചിന്തയോടുകൂടി നിങ്ങൾ ആഹാരം ഉണ്ടാക്കും. ആ വീട്ടിൽ രോഗങ്ങൾ ഉണ്ടാകില്ല. അതാണ് മനസ്സിൻ്റെ പവറെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് ഒരുപാട് കഴിവുകളുള്ളതാണ്, വളരെ ശക്തമായ കഴിവുള്ളതാണ്. നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെയും നമ്മൾ കഴിക്കുന്ന മരുന്നിനെയുമൊക്കെ ശതകോടി കഴിവുകൾ ഉള്ളതാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തനം. അപ്പോൾ നമ്മുടെ ആഹാര സംസ്കാരത്തിൽ ഇതിന് എത്രയും ഇന്ന് ഏറ്റവും ഫലഭൂയിഷ്ടമായ അല്ലെങ്കിൽ എല്ലാം നിറഞ്ഞിട്ടുള്ള ആഹാരം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് മനസ്സ് ശരിയല്ലാത്ത രീതിയിൽ ആഹാരം വിളമ്പിക്കൊടുത്താൽ ഒരു കാരണവശാലും അതിനകത്തുള്ള ഒരു ഗുണങ്ങളും നല്ല ഗുണങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ കയറില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ദോഷവശങ്ങൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ കയറുകയുള്ളൂ. അപ്പോൾ മനസാ വാച കർമ്മണ എന്ന് പറയുന്ന ഒരു രംഗത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ആ ശക്തിയെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ രോഗങ്ങളുണ്ടാകില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു മനുഷ്യർക്കും രോഗങ്ങളുണ്ടാകത്തില്ല. അവർക്ക് ആരോഗ്യമുണ്ടാകും. നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിനകത്തുള്ള എല്ലാ പോഷക മൂല്യങ്ങളും നമ്മുടെ ശരീരത്തിൽ കാണും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ കഴിക്കുന്ന ആഹാരമെല്ലാം ശരിയായ രീതിയിൽ ദഹിക്കാതെ ഇതെല്ലാം വെറുതെ ക്ലോസറ്റിലേക്ക് പോകുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ തീർച്ചയായിട്ടും ആഹാര സംസ്കാരം, ഭക്ഷണ സംസ്കാരം ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യവും അനാരോഗ്യവും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. പുതിയ വൈവിധ്യമാർന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി